ഇനി റേഡിയോ ടാക്സിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. റേഡിയോ ടാക്സ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഫീ ആണ്. നിങ്ങൾ TV കണ്ടാലും കണ്ടില്ലേലും ആ ടാക്സ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ അതിന് തന്നെ നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബൈട്രാക്സ് നമ്പർ കിട്ടും. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബൈട്രാക്സ് നമ്പർ ഉണ്ടാവത്തില്ല. കോമൺ ആയിട്ട് ഒരേ ഒരു ബൈട്രാക്സ് നമ്പറേ ഉണ്ടാവത്തുള്ളൂ. സോ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആളോട് നിങ്ങൾ ബൈട്രാക്സ് നമ്പർ ചോദിച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബൈട്രാക്സ് നമ്പർ നിങ്ങൾ കൊടുക്കണം. ഇനീഷ്യലി റേഡിയോ ടാക്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞില്ലേ. കാരണം നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മാറുന്നില്ല. സോ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് താമസം തുടങ്ങിയ അന്നത്തെ ആ ഡേറ്റ് മുതലുള്ള റേഡിയോ ടാക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും അടക്കണം. അത് ചിലപ്പോൾ നിങ്ങളൊരു ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ വരില്ല. സോ ഈ ലെറ്ററിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് 1 വർഷം 2 വർഷമൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഈ 1 വർഷത്തെ 2 വർഷത്തെയും എമൗണ്ട് ഒരുമിച്ച് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് എന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.